വെറും ഒറ്റ പ്രാവശ്യം യൂസിൽ തന്നെ ഡെഡായ ചർമ്മം തുടച്ചു മാറ്റി ചർമ്മത്തെ നല്ല പോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മം നല്ല പോലെ തിളക്കം വെക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ചർമ്മത്തിന് നിറമില്ല എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ ഈ പറയുന്ന ഫേസ് പാക്ക് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ ഒരു ഫേസ് പാക്ക് ഏതാണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. വെറും ഒറ്റ യൂസിൽ തന്നെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കിയിട്ട് ചർമ്മത്തിന് നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. എത്ര സമയമില്ലാത്തവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നതിന് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വയസ്സ് തൊട്ട് മുകളിലുള്ള കുട്ടികൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ തുടച്ചു മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. മുന്നോട്ടും കുറച്ച് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചർമ്മത്തിന് നല്ലതാണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഫേസ് പാക്ക് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ചർമ്മത്തിന് നല്ല പോലെ ഒരു മാറ്റം നേടാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. ആ ഒരു ഫേസ് പാക്ക് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. അതിലേക്ക് നമുക്ക് പോകാം. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. മുഖത്തിൻ്റെ ചർമ്മത്തെ തിളക്കം കൂട്ടാൻ ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത്. അതിനെന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗള് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് പകുതി മുറി തക്കാളിക്കായുടെ നീര് ചേർത്ത് കൊടുക്കാം. പകുതി മുറി തക്കാളിക്കായുടെ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പകുതി മുറി തക്കാളിക്കായുടെ നീര് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അതായത് നമ്മൾ റൊട്ടിക്കും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഗോതമ്പ് പൊടി നമ്മുടെ ചർമ്മത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. ചർമ്മത്തിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ് ഗോതമ്പ് പൊടി എന്ന് പറയുന്നത്. ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചേർത്ത തക്കാളിക്ക നീരുമായിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. അതിനുശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, അതായത് നമുക്ക് വേണ്ടത് കറുകപ്പട്ട പൊടിച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത്. കറുകപ്പട്ട നമ്മുടെ ചർമ്മത്തിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. കറുകപ്പട്ടയുടെ ആ ഒരു പൗഡർ ചേർക്കേണ്ടത് 1/2 ടേബിൾ സ്പൂണാണ് കറുകപ്പട്ടയുടെ ആ ഒരു പൗഡർ ചേർക്കേണ്ടത്. അതിനുശേഷം ഇത് മിക്സ് ആക്കുക. ഓക്കെ. കറുകപ്പട്ട നമ്മുടെ മുഖത്തിടുമ്പോൾ നിങ്ങൾ ചോദിക്കും പുകയോ എന്നൊക്കെ ചിന്തയുണ്ടായിരിക്കും. ഒരിക്കലും ഇല്ല. കറുകപ്പട്ട നമ്മുടെ ചർമ്മത്തിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. കൂടാതെ തന്നെ ചർമ്മത്തിന് നല്ല പോലെ നിറം നൽകാനുമൊക്കെ കറുകപ്പട്ടയിൽ നിന്ന് സാധിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡറാണ്. കസ്തൂരി മഞ്ഞൾ പൗഡർ 2 തരമുണ്ട്. ഒരു ചന്ദന കളർ പോലെ ഉള്ളതുകൊണ്ട് യെല്ലോ കളറിലുള്ളതുമുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് യെല്ലോ കളറിലുള്ളതാണ്. ഇപ്പം കസ്തൂരി മഞ്ഞൾ ഇല്ല എങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ആക്കുക. ഓക്കെ. മിക്സ് ആക്കുമ്പോൾ ഇതേ പരുവത്തിലായിട്ട് കിടക്കും. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് ഇല്ലാത്ത തൈരാണ് ചേർക്കുന്നത്. തൈരിൻ്റെ വെള്ളം കാണാൻ പാടില്ല. ഇതേപോലെ അതിൻ്റെ ആ ഒരു കട്ടയാണ് വേണ്ടത്. ഓക്കെ. അത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക. ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാൻ പാടില്ല. നമ്മൾ ഫേസിന് ആവശ്യമായതും നമ്മുടെ കഴുത്തിലേക്ക് ഇടാൻ ആവശ്യമായതും മാത്രമേ ഉണ്ടാക്കാനായിട്ട് പാടുള്ളൂ. കൂടുതലായിട്ട് ഒരു കാരണവശാലും ഉണ്ടാക്കി വെക്കരുത്. നമുക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇത് ഉണ്ടാക്കി ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ പിന്നീട് ഉപയോഗിക്കാൻ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചർമ്മത്തിലേക്ക് അത് പിടിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം. എന്നാലേ ഒരു മാറ്റം നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പോലെ നിങ്ങളുടെ ചർമ്മത്തിന് ഒരു മാറ്റം നൽകാനായിട്ട് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ പാക്ക്. ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കൈകളിൽ തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത്. ഫേസിലിട്ടാൽ നിങ്ങൾക്കൊരു മാറ്റവും കാണാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കൈകളിൽ തന്നെ
ചെയ്ത് കാണിക്കുന്നത്. എൻ്റെ കൈകളിൽ കിട്ടുന്ന അതേപോലെ മാറ്റം നിങ്ങളുടെ ഫേസിനും കിട്ടും. ഞാൻ ഫേസിനും ചെയ്ത് നോക്കിയപ്പോൾ നല്ല പോലെ മാറ്റം കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയാൻ സാധിക്കാത്തതുകൊണ്ടാണ് എൻ്റെ കൈകളിൽ ഞാൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ കൂടുതലായിട്ടും കൈകൾ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല പോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും. കാരണം എൻ്റെ കൈകളിൽ നല്ല പോലെ പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരാളാണ്. കാരണം കൂടുതലായിട്ടും ചില സോപ്പുകളൊക്കെ മാറി ഉപയോഗിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കൈകളിൽ നല്ല പോലെ പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. കാരണം പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഫേസിനകത്ത് എല്ലാം ഇടുവാണെങ്കിൽ തന്നെ കൈകളിലൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ ടാനൊക്കെ നല്ല പോലെ ഏറ്റിട്ടുമുണ്ട്. അതൊക്കെ ഞാൻ മാറ്റുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അടിപൊളിയാണ് ഈ ഒരു പാക്ക്. ഞാൻ എൻ്റെ ഫേസിലിട്ടിട്ട് എനിക്ക് തന്നെ അതിശയം വന്നൊരു കാര്യമാണ്. എൻ്റെ കാലയിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ഫേസിനെക്കാട്ടിലും നിറം കുറവ് ചില ആൾക്കാരിലൊക്കെ, എനിക്കാണെങ്കിൽ കൈക്കും കാലിനും നിറക്കുറവാണ്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നല്ലപോലെ വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെയും കാരണം വെയിലൊക്കെ കൊള്ളുമ്പോൾ പഴയതുപോലെ ആവാറുണ്ട്. ഫേസ് പക്ഷേ അങ്ങനെ ആവാറില്ല. കൈകളാകുമ്പോൾ നമ്മൾ കൂടുതലും കെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നത്. എന്തായാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ വെച്ച് ഞാൻ കഴുകി കാണിക്കാം. ഒരു ലൈവ് ചേഞ്ചസ് കാണണ്ടേ. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം മുകളിലൂടെ ഒഴിച്ചിട്ട് നമ്മൾ മുകളിലൂടെ ഇങ്ങനെ ഇത് മസാജ് ചെയ്ത് വേണം നമ്മളിത് റിമൂവ് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് മസാജ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലാതാവാൻ എളുപ്പം സഹായിക്കും. ഫേസിന് ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഓപ്പൺ പോഴ്സിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെയൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ റിമൂവ് ആക്കാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കും. അതുമൂലം നമ്മുടെ ചർമ്മത്തിന് നല്ല പോലെ ഒരു മാറ്റം നൽകാനായിട്ട് സാധിക്കും. നിങ്ങൾ കഴിയുമ്പോൾ തന്നെ ആ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ചേഞ്ചസ് ഉണ്ടോ? ഞാൻ വെറും വാക്ക് പറയല്ല. എൻ്റെ ഈ കൈ ഉണ്ടോ? നിങ്ങൾ വേണേൽ നോക്കിക്കോ. ഫേസ് കണ്ടോ? അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് പാത്രം മാറ്റി വെക്കാം. ഓക്കെ, ഞാൻ പാത്രം മാറ്റി വെച്ചിട്ട് തുടച്ചിട്ടുള്ള വ്യത്യാസങ്ങളെ കാണിക്കാം. ഇതുണ്ടോ? തുടച്ചുകൂടെ ഞങ്ങളെ കാണിക്കാം. എൻ്റെ പടച്ചോനെ അടിപൊളി കേട്ടോ. സംഭവം കിടിലൻ സംഭവമാണ്. ഞാൻ ഞെട്ടിപ്പോയെന്നൊക്കെ പറയാറില്ലേ നിങ്ങളോട് തമ്പലൈനിൽ? ഞെട്ടി തന്നെ, ഞാൻ ഇപ്പം തന്നെ ഞെട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ? എൻ്റെ കൈയുടെ മാറ്റം കണ്ടോ? ഇത് നല്ലോണം നിറം വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ കറുത്ത് ഇരിപ്പുണ്ട്. ഈ കയ്യിലും ചെയ്തില്ലെങ്കിൽ ബോറാണ്. എന്തായാലും ഇതിലൂടെ എനിക്ക് ചെയ്യണം. നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കിട്ടും. കണ്ടല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ. ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ ഫേസ് പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ തുടച്ച് മാറ്റി നല്ല ചർമ്മകാന്തി നേടിയെടുക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.